നീ ഇവിടെ വന്നിരിക്കണം. എടാ നിന്നെ ഞാൻ എന്തോരം വിളിച്ചടാ. ഔട്ട് ഓഫ് റേഞ്ച്. എടാ മഞ്ജുവിനെ 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ. ഞാൻ മഞ്ജുവിനൊന്ന് വിളിച്ചാലോ എന്ന് ആലോചിക്കാം. മഞ്ജുവിനെ വിളി അല്ലല്ല വിളി. ഹലോ, ആ ഞാനാ ലിജോയ. വേറൊന്നല്ല, ചുമ്മാ ഞാനേ വെറുതെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ ചുമ്മാ ഒരു മനസ്സമാനത്തോട് തൂറാൻ ശ്രമിക്കില്ല. മനുഷ്യനാണ് ചേട്ടാ. നീ എന്റെ അച്ഛനോട് സംസാരിക്കാത്തോണ്ട് തോന്നുന്നു. രാവിലെ വയറ്റിന്ന് പോകാത്തന്റെ വിഷമം അത് അവന്റെ വായിലിങ്ങനെ കേട്ടപ്പോ ആ വിഷമം പോയി. വിനായകൻ വിളിക്കണ്ടല്ലോ. എന്താണ് വിനായക? എടാ മഞ്ജു എന്നെ വിളിച്ചായിരുന്നു. അവള് പറഞ്ഞേ ഒരു ചായ പോലും മേടിച്ചു കുടിക്കാനായിട്ട് ഗതിയില്ലാത്ത നിന്നെ പ്രേമിക്കാനായിട്ട്. അവളത്ര മണ്ടിയല്ലെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. നീ വിഷമിക്കണ്ട, അവളുടെ മൈൻഡ് മാറ്റാൻ നമ്മളടുത്ത് വഴിയും. എന്ത് വഴി? എടാ ഇവന്റെ അടുത്ത് പൈസ ഇല്ലെന്നുള്ള അവളൊരു തെറ്റിദ്ധാരണയുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കണം. പോഴ അവളത്ര വണ്ടിയൊന്നുമല്ല, അവൾക്ക് അറിയുന്നത് റോൾഡ് ഗോൾഡ് ആണെന്ന്. പിന്നെ എങ്ങനെ? എന്താ വഴി എന്താന്ന് പറ. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5:30 അവള് പള്ളിയിൽ പോണവരെ നിനക്കറിയാലോ. അപ്പോ നീയും അവിടെ പോകുന്നു. എന്നിട്ട് അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളുടെ അവിടെ പോയിട്ട് അവള് കാണുന്ന രീതിയിൽ 2000 രൂപ നീ ആ നേർച്ചപ്പെട്ടിയിലേക്ക് അങ്ങോട്ട് ഇടും. അല്ലപ്പോ ഈ 2000 രൂപ നേർച്ചപ്പെട്ടിക്കകത്ത് പോകില്ലേ? 2000 രൂപ പോകുകയൊന്നുമില്ല, അത് പോകാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. അതെങ്കിൽ നിനക്ക് അവളെ വേണോ? എനിക്ക് വേണമല്ലേ. നിനക്ക് അവളെ വേണമെന്നുണ്ടെങ്കിൽ നീ പോയി 2000 രൂപ വെക്കും. 2000 രൂപ എവിടെ നോക്കിക്കാനാണ്? എടാ നീ അങ്ങനെ 2000 രൂപ ഇട്ട് കഴിയുമ്പോ അവളത് കാണുമ്പോ അവള് വിചാരിക്കും നീ ഭയങ്കര റിച്ച് ആണ്. 2000 രൂപ കിട്ടുമോ നോക്കട്ടെ. നീ എവിടെ നിങ്ങൾ ഒപ്പിച്ചോണ്ടോ നോക്കാം. നീ ഒപ്പിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ശരിയല്ലേ? ഇപ്പൊ അയ്യോ എന്റെ പോലെ പുറത്തു പോയി വന്നപ്പോ ഇവിടെ വരെ യാതൊരു കുഴപ്പമില്ലാതെ വന്നതാണ്. എന്ത് പറ്റി? എന്റെ മുത്ത നിനക്കൊക്കെ ഭ്രാന്തണ്ട. ഒരു കുപ്പി കൊട്ടിയാണ് നിങ്ങൾ രണ്ടാരും കൂടി ആരാണ്ടൊക്കെ ചത്തതുപോലെ കിടന്ന് കയറേണ്ടത്. ഒന്ന് പോണം പുള്ളിയാണത്. കയ്യിൽ 5 പൈസ ഇല്ലായിരിക്കുന്ന സമയത്ത് ഇവിടെ അച്ഛനിക്ക് തന്നതാ പൈസ. അതിന് ഞാൻ ഇവൾക്ക് ഒരു ചുരിദാർ മേടിച്ചു കൊടുത്തു. ബാക്കി പൈസക്ക് ഞാനൊരു കുപ്പി മേടിച്ച് അത് അവളോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയതല്ല, ഇവള് മലപ്പുറം പൊട്ടിച്ചതാ. അതിന് ഞാൻ ഇവളുടെ കവളത്തോട്ടൊന്ന് പൊട്ടിച്ചു. എന്നാലും മുത്തതി പോയെന്നോടാ. പീറ്ററേട്ടാ, പെണ്ണുങ്ങളെ തല്ലുന്ന അത്ര മിടുക്കുന്നല്ലോ. എന്നെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ മോള് പറഞ്ഞ എന്താ തെറ്റ്? നീ ആണാണ്, നീ ആണുങ്ങളെ തല്ലടാ. തല്ലി എന്ത് ചെയ്യും? നീയേ ആണാണ് ഈ സുരേഷിനോട് തല്ലി നോക്കടാ, നിന്റെ മുട്ടുകാല് പറിക്കും. തല്ലി എന്ത് ആവശ്യമില്ലാത്ത വണ്ടിയുണ്ട്. അവന് പെണ്ണാളെ കാണുമ്പോൾ വേഷം കെട്ട് കൂടുതൽ, അവനത് കിട്ടണം. നിനക്കല്ല വേഷം കെട്ട് കൂടുതൽ, നീ അല്ലെങ്കിൽ കെട്ടൊരു വേഷം കെട്ട് കളിക്കണ, നല്ല വേഷം കെട്ട് കളിക്കണ നിനക്ക്.
ചേട്ടായി ചേട്ടായി ഒന്ന് വേഗം വന്നേ. അവിടെ അപ്പൻ അമ്മച്ചി ഒക്കെ അവിടെ അടി ഉണ്ടാക്കുന്നു. ചേട്ടായി എവിടെ ആര്? അവിടെ ചെന്ന് അവിടെ ഒന്ന് നോക്ക്. എന്താ കാര്യം എന്താന്ന് പറ. എനിക്കറിയില്ല, അവിടെ ചെന്ന് നോക്ക്. എനിക്ക് വയ്യ. അമ്മ എന്താ പറ്റിയത്? നിന്റെ ഉണ്ടല്ലോ, നിന്റെ ഈ തള്ള ഉണ്ടല്ലോ, നീ ഇവിടെ ഉണ്ടായിട്ട് അതാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. നിന്റെ ഈ തള്ള സെല്ലൊന്നും മിണ്ടാതിരി. അയ്യോ അപ്പച്ചാ. പിന്നെ അവിടെ ഒരു അപ്പൻ നിന്റെ അപ്പച്ചോട് ആളം തരം നോക്കി കളിക്കാൻ പറയുള്ളൂ കേട്ടാ. നിനക്ക് എന്താ പീറ്ററെ അവനെ കാണുള്ളൂ? എന്താ മുട്ടാളിയാൻ വയ്ക്കാൻ എന്നാ എന്റെ സ്വഭാവം അപ്പച്ചന് വല്ല അവിടെ വീട്ടിലാണ് ഇരുന്ന വെള്ളം തരുമോ? അതിനുള്ള വെള്ളം കൂടെ എന്റെ കുറെ ഇടിയുണ്ടല്ലേ. അല്ലെങ്കിൽ വേണ്ട, നിനക്കൊക്കെ ഭ്രാന്തല്ലേ, വല്ല ഭക്ഷണം കഴിച്ച് തന്നാലോ. എന്താ പീറ്റർ ഇത്? നമ്മളൊക്കെ ഒന്നിലും അയൽവക്കമല്ല പീറ്റർ ഇത്. ഇതിങ്ങനെ കിടന്ന് തല്ലു പിടിക്കേണ്ട കാര്യമുണ്ട്? ഞങ്ങളുടെ കുടുംബം തലയുടെ ആരും വരണ്ട. എന്റെ ചേട്ടന്റെ ബ്രാൻഡി കുപ്പി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലേ അത് മേടിക്കാൻ കാശ് കൊടുക്കാൻ എനിക്കറിയാം. എനിക്ക് അവിടെ തന്നെ ഇത്ര പൈസ കിട്ടിയത്? അത് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോ അപ്പച്ചന് ഒരു 1500 രൂപ തന്നായിരുന്നു. എന്നാ 1500 എടുക്കണി ചേട്ടൻ പോയി കുപ്പി അടിച്ചിട്ട് മനുഷ്യരെ നിങ്ങൾ മനസ്സമാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ? ഒന്ന് പോയി തരാമോ? എന്തിനാണ് വായിലിട്ട് നോക്കിക്കണേ? ഇങ്ങോട്ട് വാങ്ങ്. ഹലോ, നീ നിന്നോടൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഒന്ന് പോടേ. 1500. ഹലോ, അതെ, ക്യാഷ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതൊരു കുപ്പിയായിട്ടാണ് റെഡി ആയിരിക്കുന്നത്. നമ്മുടെ പീറ്ററേട്ടൻ ഉണ്ടല്ലോ. പീറ്ററിന്റെ കയ്യിൽ കാശുണ്ട്. പക്ഷെ പുള്ളി അത് കുപ്പിയാക്കാനുള്ള പരിപാടിയാ. കുപ്പി മേടിക്കാൻ പോവാ ബിവറേജിൽ നിന്ന്. ഇല്ല, കുപ്പിയൊക്കെ എടുക്കാൻ ആളുണ്ട്. നമുക്ക് ആ കുപ്പി പുള്ളിയുടെ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റണം. കുപ്പി മേടിക്കാൻ ആളുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ റെഡി ആയിക്കോ. പക്ഷെ നമ്മൾ ഈ വേഷത്തിൽ പോരുത്, വേഷം മാറിപ്പോണം. കുപ്പിതാടാ. ബോധം കിട്ടാൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇതിനകത്തിരിക്കണ കഴിച്ചാൽ പോലും ഇത്രയും കിക്കാവില്ല. അയ്യോ, ആളെ ചത്തുപോയാലോ? എൻ്റെ അമ്മോ, മഞ്ജുവിന് വേണ്ടി ചാകാൻ വരെ ഞാൻ തയ്യാറാ. നീ ചത്തോ? ആളെ കൊന്നിട്ട് വല്ല കാര്യമുണ്ടാ? അത് പേടിച്ച് ചത്തതാ, അത് ചത്തിട്ടൊന്നുമില്ല. എൻ്റെ അമ്മേ, എത്രയും പെട്ടെന്ന് ഈ കുപ്പി കൊണ്ടേ കൊടുത്തിട്ട് അയാളുടെ നിന്ന് കാശും മേടിച്ച് മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലണം. എന്നാൽ മഞ്ജുവിന് സ്വന്തമാക്കണം. ഓക്കെ, നീ വിട്ടോ, ഞാനില്ല.
ഞാൻ തറച്ചു. നിനക്കല്ലേ മഞ്ജുവിന് വേണ്ടത്, എനിക്ക് വേണ്ടല്ലോ. ആ പിശാച് അവൻ എഴുന്നേറ്റ് വന്നാൽ നിന്നെ വിഴുങ്ങും. എടാ നീ ഇപ്പോഴും ആ 2000 രൂപ ഭണ്ഡാരപ്പെട്ടിയുടെ അകത്ത് പോകാതിരിക്കാനുള്ള ഐഡിയ പറഞ്ഞില്ല. 2000-ന്റെ നോട്ടിൻ്റെ അറ്റത്ത് നമ്മളൊരു കറുത്ത നൂല് കിട്ടുന്നു. എന്നിട്ട് അവൾ കാണിക്കെ ഭണ്ഡാരപ്പെട്ടിയുടെ അകത്തേക്ക് ഈ 2000-ന്റെ നോട്ട് നമ്മൾ ഇടുന്നു. അവൾ പോയതിന് ശേഷം പതിയെ ആ നൂല് വലിച്ച് നമ്മൾ ആ പൈസ പുറത്തേക്ക് എടുക്കുന്നു. എങ്ങനെയുണ്ട് അതിൻ്റെ ഐഡിയ? പോലീസ് കണ്ടാ പിടിക്കും. അല്ല ചേട്ടൻ ഇന്ന് പിടിക്കും. 1500 ഇങ്ങോട്ട് അടയ്ക്കാണ്ട് നിൽക്കണം, നോക്കട്ടെ. എന്റെ കുപ്പി പോയി മുട്ടേളാ, എന്റെ കുപ്പി പോയി. എന്റെ കുപ്പി തട്ടി കൊണ്ടുപോയിമാരെ എന്റെ കൺമുമ്പിൽ കാട്ടി തരാൻ നോട്ടീസ് മുട്ടേളാ. ഒന്ന് മാറിക്കണപ്പാ.